വയനാട്ടിലെ അമരക്കുനിയിലേക്ക് പോവുകയാണ് നമ്മൾ. അവിടെ വീണ്ടും കടുവ ആക്രമണം ഉണ്ടായി. കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നു എന്ന വാർത്ത നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. സുർജിത്ത് വീണ്ടും ചേരുകയാണ്. സുർജിത്ത്, വീണ്ടും വെരി ഗുഡ് മോർണിംഗ്. ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണല്ലോ, പുതിയ അപ്ഡേറ്റ് എന്താണ്? ആ സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. കേശവൻ എന്ന് വിളിക്കുന്ന ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അമരക്കുനിക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള പ്രദേശമാണിത്. ഇവിടെ ആണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ നിൽക്കുന്ന സ്ഥലത്തു കൂടി കടുവ എത്തുകയും പിന്നീട് അത് നേരെ കയറുന്നത് ഈ തൊഴുത്തിലേക്കാണ്. ഇവിടെ ഈ ആടിനെ കെട്ടിയിരുന്നു. മൊത്തം 4 ആടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ തള്ളയാടിനെയാണ് പിടിച്ച് കൊണ്ടുപോയത്. അതായത് നമുക്ക് കടുവ ഈ വലിച്ച ആ പാട് കാണാം, അതായത് ആ സ്ഥലം കാണാം. ഇവിടെ ആ അഴിയായി ഇട്ടിട്ടുള്ള ആ വടിയടക്കം വലിച്ച് പൊട്ടിച്ച് നേരെ ഇവിടെ നിന്നും ആ കയർ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് നേരെ വലിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ അവിടെ ഈ ആടിന്റെ രോമം ഉൾപ്പെടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനുശേഷം ഇതിന്റെ പുറകോട്ട് വലിച്ച് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇവർ പറയുന്നത്. ഇതിനുശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും നിലവിൽ കൂട് സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേശവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരും ഇവിടെയുണ്ട്. എന്തായാലും കേശവനോട് തന്നെ ചോദിക്കാം, എന്താണ് സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു. കയറി ചായവെള്ളം അനച്ച് കുടിച്ച് ലൈറ്റ് അണച്ച് കിടന്നപ്പോൾ ശബ്ദം കേട്ടു, പൊട്ടപ്പൊട്ടോന്ന് ശബ്ദം കേട്ടു. അത് പെണ്ണുങ്ങൾ പറഞ്ഞു അത് കടുവ വന്നിട്ട് തോന്നുന്നു, ആടിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ചാടി ഇറങ്ങി നമ്മൾ ഇവിടെ എത്തി. കടുവ ആടിനെ പിടിച്ചു, അവിടെ നിന്ന് പിടിച്ചിട്ട് കാണാൻ പറ്റി. എന്നിട്ട് ഞാൻ പിടിച്ചോണ്ടിങ്ങ വന്നു കടുവ നമുക്ക് ആടിന്റെ പുറകെ പോകുന്ന ഓടി പോവുമായിരുന്നു. അപ്പൊ ഞാൻ ഇതിനെ പിടിച്ച് വലിച്ചോണ്ടിങ്ങ പോകുന്നു. അല്ല ചേട്ടനെ അല്ലെങ്കിൽ ഇത് കടുവയുടെ പുറകെ ഓടിപ്പോയി എന്താക്കുമെന്ന് ഓർത്ത് ഞാൻ ഓടി ഇറങ്ങി അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് വന്നു മാവിൻ്റെ അവിടെ നിന്ന്. കണ്ടത് അവര് പോസ്റ്റർമാരാണ് ജടം കണ്ടത്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ ഞങ്ങൾ രൂ ഒക്കെ പിന്നെ പെട്ടെന്ന് വിളിച്ചു. രൂ ഒച്ച കേട്ടെന്ന് പറഞ്ഞു. അതിലെ വലിച്ചോണ്ട് പോണ ഒച്ച രൂ ഒക്കെ കേട്ട്. എന്തായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ട്. കാരണം 9-ാം തീയതിയാണ് ഏറ്റവും അവസാനമായി ഇവിടെ കടുവയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് വനവകുപ്പ് സ്ഥാപിച്ച. ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങളെല്ലാവരും തന്നെ. അതിരാവിലെ തന്നെ ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നതിനുള്ള ആ ഒരു നീക്കത്തിലേക്കാണ് വനപാലകർ. കാരണം ആശങ്ക കൂടുകയാണ് അല്ലെ. ഒരു